അപ്പൊ നമ്മളെ ഇന്ന് വന്നതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്ന് രാവിലെ തന്നെ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു 7 മണി 6:30 7 മണിയാകുമ്പോഴത്തേന് നമ്മളെ ഫ്രണ്ട് വിളിച്ച്. അപ്പൊ ഫ്രണ്ട് വിളിച്ചപ്പോൾ ഞാൻ എന്തേ വിചാരിച്ചുകൊണ്ട് എണീറ്റ് നോക്കിയപ്പോൾ അവൻ പറഞ്ഞെന്താ വെച്ചാലേ, എടാ നമ്മളവിടെ അപ്പുറത്തെ വേറെ സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി നോക്കാൻ പറഞ്ഞു. അങ്ങനെ പോയി നോക്കാന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്ത്, വെറുതെ ഒന്ന് ഏതായാലും എണീറ്റതല്ല ആയിക്കോട്ടെ പറഞ്ഞുകൊണ്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വാട്സപ്പ് ഒന്ന് ഓണാക്കിയതാണ്. അപ്പോഴാണ് നമുക്ക് ഭയങ്കര സങ്കടകരമായ ഒരു ന്യൂസ് കണ്ടത്. ഉരുൾപൊട്ടലിട്ട് 5 മരണം റിപ്പോർട്ട് ചെയ്തിരിക്കണ്. ആ ടൈമിൽ എനിക്ക് വന്ന മെസ്സേജിൽ 5 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ, അതായത് ഒരു 7 മണി ആ സമയത്ത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഭയങ്കര വിഷമം. കാരണം എന്താ വെച്ചാൽ നമുക്ക് പടച്ചോൻ സഹായിച്ചിട്ട് അൽഹംദുലില്ലാ നമ്മൾ സേഫാണ്. അപ്പോൾ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത് നന്നായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. അതുമായി തന്നെ നമുക്ക് പേഴ്സണലി വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ആ ഒരു വേദന വരുള്ളൂ, അത് റിലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളിൽപ്പെട്ട ഒരാളായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് അവർക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിക്കാം. ഓക്കെ, പിന്നെ അതേമാതിരി തന്നെ വേറെ എവിടെയും ഒരു ബുദ്ധിമുട്ട്, അതായത് മനുഷ്യ കുലങ്ങൾക്ക് വല്ലാതെ പ്രയാസങ്ങൾ ഉണ്ടാവും. കൂടുതൽ ഇതേമാതിരി ബുദ്ധിമുട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക. ഞാനൊരു വീഡിയോ കണ്ടെന്താ വെച്ചാൽ, ഒരു അച്ഛൻ്റെ മകള് ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് ഒരു സ്കൂളുണ്ട്, ആ സ്കൂളിൻ്റെ ഉള്ളിൽ പെട്ടിട്ടുണ്ട് എന്നാണ് അവര് വിശ്വസിക്കുന്നത്. കണ്ടിട്ടില്ല. അതേമാതിരി ഒരു സ്ത്രീ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടല്ലോ, എന്റെ ഹസ്ബൻഡും കുട്ടികളും മണ്ണിന്റെ അടിയിലാണ്. അപ്പൊ എത്രത്തോളം ആൾക്കാർ അതിന്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ഒരു ഉച്ചക്ക് ഞാൻ എടുത്തു നോക്കിയപ്പോൾ 42 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 42 മരണം. അപ്പൊ നമ്മള് ദൈവത്തോട് എപ്പോഴും മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കണേ, ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ആർക്കും വരുത്തരുത് എന്നുള്ളത്. ആർക്കും വരുത്തരുതെന്ന് ഭയങ്കര സങ്കടാടോ. അതേമാതിരി തന്നെ ബോസ് ഞങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാല്, നമ്മൾ ഈ ആൾക്കാർ പല ആൾക്കാരും പറയുന്നുണ്ടാവും നന്നായിട്ട് പ്രാർത്ഥിക്കുക, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ, എന്തൊക്കെ പടച്ചോന്റെ കയ്യിലാണ് അങ്ങനെയെന്ന്. പക്ഷെ ആൾക്കാർ ആയിക്കോട്ടെ പ്രാർത്ഥിക്കുക ഒന്നും വിഷയമില്ല അല്ലെ, അങ്ങനെ ശരിക്കും നമുക്ക് സ്വന്തം റിലേറ്റ് ആയി വരുമ്പോഴേ നമുക്ക് ഭയങ്കരമായിട്ട് വിഷമം ഉണ്ടാവുള്ളൂ. നമ്മള് വീട്ടിൽ ആരെങ്കിലും ആയിരിക്കണം, നമ്മള് വീട്ടിലത്തെ ഒരാളായി നമ്മൾ കണ്ടിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതിന്റെ കാര്യത്തുള്ളൂ. കാരണം നാളെ നമ്മള് വീട്ടിൽ ഇത് നടക്കൂല, ഒരു ഉറപ്പില്ല, നമ്മളെ കയ്യിലല്ല. നമ്മളെ കയ്യിലല്ല. അന്ന് ഞാൻ പറഞ്ഞില്ലേ, ഈ വെള്ളപ്പൊക്ക സമയത്ത് നമ്മളെ അപ്പുറത്ത് ചേന്നര പറഞ്ഞ സ്ഥലത്ത് വെള്ളം കയറിയെന്ന് കണ്ടപ്പോ മനസ്സിലൊരു പടപ്പ്, നമ്മളെ നാട്ടിൽ വെള്ളം കയറിയല്ലോ എന്നുള്ളത്. കാരണം മറ്റേതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്ക് ഒരു കുഴപ്പമില്ല, കാരണം നമ്മളെ ബാധിക്കണ കാര്യമല്ല. അപ്പൊ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് കേട്ടപ്പോ ഭയങ്കര വിഷമം, പേടിയായി, മനസ്സിന് പേടിയായത്. നമ്മളിനി എന്ത് ചെയ്യും പഠിച്ചോനെ. അന്നാകുമ്പോ ഞാനും ഉമ്മയും അനിയനും അനിയത്തി മാത്രമേ ഉള്ളൂ വീട്ടില്. അല്ലോടി എത്ര വീട്ടിലുണ്ടോ പ്രായ ആൾക്കാർ അതന്നെ പറഞ്ഞത്. അപ്പൊ നമ്മള് പ്രാർത്ഥിക്കുക ദൈവത്തോട് നന്നായിട്ട്. ചില കാര്യങ്ങൾ അങ്ങനെയാണ്, നമ്മളെ അടുത്തുനിന്ന് നിൽക്കൂല, അതൊക്കെ പഠിച്ചോന്റെ അടുത്തല്ലേ. അതെ, തീർച്ചയായിട്ടും.